ഹലോ. ഹലോ. ഇപ്പം ഇവിടെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ക്യാമറ മെട്രിക്സ് എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യാമെന്നും ക്യാമറയുടെ ഇൻട്രിൻസിക് മെട്രിക്സ് എന്താണെന്നും പിന്നെ ക്യാമറയുടെ ഒരു ഒബ്ജക്റ്റിൻ്റെ എക്സ്ട്രിൻസിക് മെട്രിക്സ് എന്താണെന്നും പിന്നെ അതിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ഒരു ഇതാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. അതിനിപ്പം ഒറിജിനോട്ട് ട്രാൻസ്ഫോം ചെയ്ത് എങ്ങനെയാണ് എന്നതാണ് ഈ വീഡിയോ ഇപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പം ഒരു റോബോട്ടിക്സിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു പ്രോസസ്സാണിത്. കാര്യം നമ്മുടെ ക്യാമറ കാലിബ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ ക്യാമറയുടെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ചാണ് നമ്മൾ ഏത് കൈനമാറ്റിക്സ് ആണെങ്കിലും അതിൻ്റെ മോഷൻ ആണെങ്കിലും എന്തും ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പം ഈ ക്യാമറ മെട്രിക്സ് അല്ലാതെ ഒരിക്കലും ഒരു ഇമേജ് പ്രോസസ്സിങ്ങോ ക്യാമറ മെട്രിക്സ് എന്ന് പറയുമ്പം ഇൻട്രിൻസിക് മെട്രിക്സ് എക്സ്റ്റൻസിക് മെട്രിക്സ് രണ്ടും ഇല്ലാതെ ഒരിക്കലും ഒരു ഇമേജ് പ്രോസസ്സിങ്ങോ റോബോട്ടിക്സിൽ അപ്ലൈ ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. നമ്മളിതിൽ കുറച്ച് റിസർച്ച് എടുത്ത് വർക്ക് ചെയ്യുന്ന ഐറ്റംസാണ്. ഇപ്പോൾ യൂട്യൂബിലൊന്നും ഇങ്ങനെ ഐറ്റംസ് ഒരിക്കലും ഫുള്ളായിട്ട് കിട്ടത്തില്ല. നമ്മളിവിടെ മലയാളത്തിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ഇതിന് സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയും വേണം. അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഇതിപ്പം ചെയ്യുന്നതെന്ന് പറയുമ്പം ഒരു കേരളത്തിലെ റോബോട്ടിക്സ് കമ്മ്യൂണിറ്റിക്ക് ഒരു വളർച്ചയ്ക്കായിട്ടാണ് ഇത് ചെയ്യുന്നത്. കാര്യം റോബോട്ടിക്സ് കമ്മ്യൂണിറ്റി വളരെ ഇന്ത്യ തന്നെയാണെങ്കിലും വേൾഡിൽ തന്നെ ആണെങ്കിലും അധികം കണ്ടൻസും വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അത് കുറവാണ് എന്ന് പറയുമ്പം പല ടോപ്പിക്കും പല രീതിയിലാണ് കിടക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ റിസർച്ച് ചെയ്തെടുത്ത് അത് നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരുന്ന കുറേ തിയറിയും ടോപ്പിക്സുമാണ്. പിന്നെ അത് ഇപ്പം ഇതിനൊരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ +1 +2 മെട്രിക്സ് അത്യാവശ്യം നല്ലോണം അറിയണം. പിന്നെ എഞ്ചിനീയറിങ് S1 S2 S3 S4 മാത്സും അതിനെപ്പറ്റി കുറേയൊക്കെ അറിഞ്ഞിരിക്കണം. +2 ബേസിക്കലി +2 ലെവലെന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിൻ്റെ കാര്യമുള്ളൂ അത് മനസ്സിലാവുന്നതിന്. പിന്നെ അത് ഇപ്പം ആർക്കാണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് പഠിക്കാനും ഇത് ബാക്കിയുള്ള പ്രൊസീഡ് ചെയ്ത് പോകാനും എളുപ്പമാവും. എന്തുവാണെങ്കിലും ഈ ഇമേജ് പ്രോസസ്സിങ് വെച്ച് ഒരു റോബോട്ടിനെ കൊണ്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ പറ്റും. റോബോട്ടിന് എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അത് ഈ ക്യാമറ പ്രോസസ്സിങ്ങിൽ വെച്ച് ബാക്കി നിങ്ങളുടെ ലോജിക്കോ നിങ്ങളുടെ ഇത് വെച്ച് നിങ്ങൾക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഞാൻ ഇനി സംസാരിച്ച് കൊള്ളാകുന്നില്ല, പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ബാക്കി എന്താണ് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയാം. ഫസ്റ്റ് ഇൻട്രിൻസിക് മെട്രിക്സ് ആണ്. ഇൻട്രിൻസിക് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു 3x3 മെട്രിക്സ് ആണ്. ഈ മെട്രിക്സ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പം എന്താണ് ക്യാമറയുടെ മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻട്രിൻസിക് മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഇൻസൈഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പം ക്യാമറയുടെ ഇൻസൈഡുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പറയുമ്പോൾ ക്യാമറയ്ക്കുള്ള പ്രോപ്പർട്ടീസ് എന്താ, അതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്ര, പിന്നെ അതിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്റർ എവിടെ, അങ്ങനെയുള്ളതൊക്കെ പ്രോപ്പർട്ടീസാണ് ഈ ക്യാമറ ഇൻട്രിൻസിക് മെട്രിക്സ് വഴി ഡിഫൈൻ. പിന്നെ ഈ ക്യാമറ ഏത് തരം ക്യാമറയാണ്, ഡെപ്ത് ക്യാമറയാണോ, സാധാ 2D നോർമൽ RGB ക്യാമറയാണോ, അല്ലാതെ RGPD ക്യാമറയാണോ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പറയുന്ന ഇതാണ് ഇൻട്രിൻസിക് ക്യാമറ മെട്രിക്സ്. അപ്പം നമ്മൾ ഇൻട്രിൻസിക് ക്യാമറ മെട്രിക്സിനകത്ത് ഇൻട്രിൻസിക് ക്യാമറ മോഡലിനകത്ത് ഇൻട്രിൻസിക് മെട്രിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ മെട്രിക്സ് എന്ന് പറയുമ്പോൾ K = fx0 cx0 fy cy 001. അതിനകത്ത് പറയുമ്പോൾ fx fy എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെന്ത്, ക്യാമറയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെൻസിൻ്റെ ഫോക്കൽ ലെന്ത് എക്സ് ഡയറക്ഷനും പിന്നെ അതിൻ്റെ FI എന്ന് പറയുമ്പോൾ അതിൻ്റെ Y ഡയറക്ഷനുള്ള 2 രീതിയിലുള്ള ഫോക്കൽ ലെന്തുകളാണ് അത് ചെയ്യുന്നത്. പിന്നെ CX CY ആർ പ്രിൻസിപ്പൽ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ സെൻറ്റേഴ്സ് എന്ന് പറയും. ഈ പ്രിൻസിപ്പൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സെൻറ്റേഴ്സ് ആണ്. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള സെൻറ്റർ അതാണ് ഒപ്റ്റിക്കലായിട്ടുള്ള അതിൻ്റെ സെൻറ്റർ, അത് CX CY 2 ഡയറക്ഷനും എക്സ് ഡയറക്ഷനും Y ഡയറക്ഷനും. പിന്നെ അതിനകത്ത് രണ്ടാമത്തെ നോക്കിയേക്കെന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻസ് ആണ്. XC YC ZC എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട 3D കോർഡിനേറ്റ്സ് ആണ്. എന്ന് പറയുമ്പോൾ ഒരു ക്യാമറയിലെ കമ്പ്യൂട്ടറേഷൻ ഫ്രെയിമിൽ നിന്ന് എപ്പോഴും നമുക്ക് ഒരു U, V മാത്രമേ കിട്ടത്തുള്ളൂ. ഈ U, Vനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്യാമറയുടെ 3D മെട്രിക്സ് ആക്കണം. ഈ ക്യാമറയുടെ 3D മെട്രിക്സ് ആയി കഴിഞ്ഞിട്ട് മാത്രമാണ് പിന്നെ ക്യാമറ ഫ്രെയിമിൽ നിന്നുള്ള പോയിൻ്റാണത്. പിന്നെ ആ പോയിൻ്റാണ് വീണ്ടും ട്രാൻസ്ഫോം ചെയ്യുന്നത് ബേസ് ലിങ്കുമായിട്ട്. ബേസ് ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഒറിജിനാണ് 0,0,0. ഇപ്പോൾ തൽക്കാലം ഇവിടെ ക്യാമറ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞുതരാം. ക്യാമറ മെട്രിക്സ് എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അല്ലാതെ ഈ വീഡിയോ ഫുൾ എന്താകും. അപ്പം ഞാൻ ഈ മെട്രിക്സ് എങ്ങനെ കിട്ടും, എങ്ങനെ ഓരോ ക്യാമറയ്ക്കും ഓരോ മെട്രിക്സ് ആയിരിക്കും. കാര്യം പല ക്യാമറയ്ക്കും പല ഫോക്കൽ ലെന്തുകളും പല ഒപ്റ്റിക്കൽ സെൻറ്ററും ആയിരിക്കും ഉള്ളത്. ഇപ്പം എൻ്റെ ഫോൺ Poco M2 Pro ആണ്. Poco M2 Proനുള്ള ഫോക്കൽ ലെന്ത് അല്ലായിരിക്കും പലത്. പിന്നെ ഈ ചില ഫോണിൽ പല ക്യാമറകളുണ്ട്. ഡെപ്ത് ക്യാമറ, വൈഡ് ക്യാമറ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ മെയിൻ ക്യാമറയ്ക്കും അങ്ങനെയുള്ള ക്യാമറയ്ക്കെല്ലാം പല വ്യത്യാസത്തിലാണ് ഈ FX FI CX CY ഒക്കെ വരുന്നത്.
അപ്പം ക്യാമറ മെട്രിക്സ് ആണ് കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോഡും എല്ലാം തരാം. ഫസ്റ്റ് ചെക്കർ ബോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ചെക്കർ ബോർഡിന് അർത്ഥം എന്തിനാണ് ചെയ്യുന്നതെന്ന് പറയുമ്പം ചെക്കർ ബോർഡ് നമുക്ക് ഈ ചെക്കർ ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചെക്കർ ബോർഡ് എന്ന് പറയുമ്പം കുറേ സ്ക്വയർ വെച്ച് കുറേ ചെസ് ബോർഡ് കണക്കിരിക്കുന്ന ഒരു ബോർഡാണ്. ആ ബോർഡിൽ നമുക്ക് അറിയാവുന്ന ലെന്തിനെ കമ്പയർ ചെയ്ത് പഠിപ്പിക്കുകയാണ് ക്യാമറ പല ആംഗിളിലും മെഷർ ചെയ്തിട്ട്. എന്ന് പറയുമ്പോൾ ഒന്ന് ചരിച്ചു വെക്കുക എന്ന് പറയുമ്പം ഇപ്പം നമ്മളിവിടെ എടുത്തിരുന്ന ചെക്കർ ബോർഡ് എന്ന് പറയുന്നത് ചെക്കർ ബോർഡ് ഓഫ് സൈസ് 20 mm പിന്നെ 7x5 ചെക്കർ ബോർഡാണ്. 7 കോളം 5 റോസും ഉള്ള ഒരു ചെക്കർ ബോർഡാണ് എടുത്തത്. ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ക്യാമറയിൽ ചെക്കർ ബോർഡ് കാലിബ്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഒരു ചെക്കർ ബോർഡ് എടുത്തിട്ടുണ്ട്. calib.io എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ ചെന്നാണ് എടുത്തിട്ട് ചെക്കർ ബോർഡ് എടുത്തത്. അത് ഈ 7x5 എന്ന് പറയുന്ന ഒരു ഇതിലായിരിക്കും ഞാൻ എടുത്തത്. ഒരു ഇതായിരിക്കും അതിനർത്ഥം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചെക്കർ സൈസ് 20 mm ആയിരിക്കും. ഈ ചെക്കർ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിൾ ഇതിൻ്റെ പേര് ഒരു റെക്റ്റാങ്കിള് ഇതിൻ്റെ സൈസായിരിക്കും. റെക്റ്റാങ്കിൾ A x A അല്ലേ, പ്രത്യേകം ഏകദേശം 20 mm ഉള്ളൂ സംഭവം. 20 mm അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ ഉണ്ട്. 20 mm 2 സെൻറ്റിമീറ്റർ കാണിച്ചേക്കുന്നത്. 20 mm അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ. ഇപ്പം ഇതിനകത്ത് ചെയ്തേക്കുന്നത് പറയുമ്പം ഈ ചെക്കർ ബോർഡിൽ ചെയ്തേക്കുന്നത് പറയുമ്പോൾ 6x4 ഈ നമ്മൾ ഇതിനകത്തൊരു ഞങ്ങളൊരു പ്രീസെറ്റ് ഒരു കോഡ് തരാം. ആ കോഡിനകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട സാധനമാണ്. ഇപ്പോൾ നിങ്ങളുടെ ക്യാമറയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങളെ എടുക്കാവും. ഒരു മൊബൈൽ ക്യാമറയ്ക്കൊക്കെ 7x5 ചെക്കർ ബോർഡ് സൈസ് 20 mm ഒക്കെ മതി മൊബൈൽ ക്യാമറയ്ക്ക്. പക്ഷേ ഇൻഡസ്ട്രിയൽ ക്യാമറ അങ്ങനെയുള്ള പല ക്യാമറയ്ക്കും ഈ നമുക്ക് ചെക്കർ ബോർഡിൻ്റെ സൈസുകളും പിന്നെ അത് ഈസി കാലിബ്രേഷനാണ്. എനിക്ക് അത് കുഴപ്പമില്ല. അങ്ങനെ ചെക്കർ ബോർഡിൻ്റെ സൈസുകളും പല വ്യത്യാസങ്ങളും വരും. എത്ര കോളംസ് ആക്കണം എത്ര റോസ് ആക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പോൾ ചെക്കർ ബോർഡ് 7x5 ആണ് കാണിച്ചേക്കുന്നത്. അതാണ് 7x5. നമ്മളെന്ന് പറയുമ്പം ഈ ഇന്നർ കോണേഴ്സ് നോക്കണം. എപ്പോഴും ഇന്നർ കോണേഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു കോണേഴ്സ്, ഇന്ന കോണേഴ്സ്, ഇതൊരു ഇന്ന കോണേഴ്സ്, ഇതൊരു ഇന്ന കോണേഴ്സ്, അങ്ങനെ ഐറ്റംസ് ആണ് നോക്കാനുള്ളത്. പിന്നെ എന്ന് പറയുമ്പോൾ 6x4 ആണ് ചെക്കർ ബോർഡ് എന്ന് പറയുമ്പം നിങ്ങളെപ്പോഴും ഈ 7x5 ചെക്കർ ബോർഡ് സൈറ്റിൽ നിന്ന് കൊടുത്താൽ എന്ന് പറയുമ്പം അതിൻ്റെ റോയിന്ന് അതിൻ്റെ കോളത്തിൽ നിന്ന് 1 കുറയ്ക്കണം. അതാണ് 6. ഇതാണ്ട 7 ആണെങ്കിൽ 6, പിന്നെ മറ്റേ 5 ആണെങ്കിൽ 4 എന്ന് പറയുമ്പോൾ ഇത് ഇന്നർ കോണേഴ്സ് ആണ്. എന്ന് പറയുമ്പോൾ ചെക്കർ ബോർഡിൻ്റെ സാധനം 1 2 3 4 എന്ന് പറയുമ്പം റോ ആണ്. ഇതാണ്ട 4. പിന്നെ 6 എന്ന് പറയുന്നത് 6 എന്ന് പറയുന്നത് 1 2 3 4 5 6. അതാണ് ഈ 6. അതാണ് ഈ സാധനം. അപ്പം നിങ്ങൾ കോഡിൽ 6x4 അടിച്ചു കൊടുക്കാവും. ഇത് അടിച്ച് കൊടുക്കരുത്. ഇത് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ചെക്കർ ബോർഡ് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചെക്കർ സൈസ് 20 mm അടിച്ചു കൊടുക്കണം. പിന്നെയാണ് ചെക്കർ പോസ്റ്റ് കാലിബ്രേഷൻ. ഏതാണ് ക്യാമറ വെച്ച് കാലിബ്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. എന്ന് പറയുമ്പോൾ അറിയാവുന്ന ഒരു സാധനത്തിനെ കമ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു സാധനമാണ് ഈ ചെക്കർ ബോർഡ് വെച്ച് ക്യാമറനെ കാലിബ്രേഷൻ ചെയ്യുന്നത്. ഇവിടെ ചെയ്യാൻ പോകുന്ന ഇപ്പം നമ്മുടെ ഒരു കോഡ് ക്യാമറ കാലിബ്രേഷൻ്റെ കോഡുണ്ട്. അതിനകത്ത് ചെയ്തേക്കെന്ന് പറയുമ്പം നേരത്തെ കണ്ട പോലെ 6/4 ഇന്നർ കോണേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം ഇന്നർ കോണേഴ്സ് 6/4 ആണ്. പക്ഷേ നമ്മൾ സൈറ്റിൽ നിന്ന് കിട്ടുന്നത് ആ calib.io എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് കിട്ടുന്ന 7/5 സ്ക്വയേഴ്സ് ആണ്. അത് നേരെ A4 ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ട് ഒരു A4 ഷീറ്റിൽ കറക്റ്റ് 100% സ്കെയിലിൽ എടുക്കണം. A4 ഷീറ്റിൽ 100% സ്കെയിലിൽ പ്രിൻ്റ് എടുക്കണം. അത് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ ചെക്കർ ബോർഡിനകത്ത് 6ഉം 4ഉം കൊടുക്കുക. കാര്യം അതിന് ഇന്നർ കോണേഴ്സ് 6 എണ്ണം 4 എണ്ണേ ഉള്ളൂ. നേരത്തെ വീഡിയോ കണ്ടോല്ല. പിന്നെ അതിൻ്റെ സ്ക്വയർ സൈസ് എത്രയാണെന്ന് വെച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട് 20 mm. അപ്പോൾ 20 mm ഇവിടെ കൊടുക്കണം. ഞാൻ നേരത്തെ കൊടുത്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് വേണ്ട ഈ കോഡൊന്ന് റൺ ചെയ്യണം. ഇത് ക്യാമറ കാലിബ്രേഷൻ്റെ കോഡാണ്. എന്നിട്ട് സി നെക്കി അത് മാറ്റണം. ഇങ്ങനെയാണ് കോഡ്. സി നെക്കി ക്യാപ്ചർ ആക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ടെർമിനൽ ഇങ്ങനെ അടിയിൽ എഴുതി കാണിക്കും. നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. നമ്മുടെ ഈ ചെക്കർ ബോക്സ് പല ഡയറക്ഷനിൽ 16 ഇമേജ് 19 ഇമേജ് എങ്ങാണ്ടുണ്ട്, 20 ഇമേജ് ഉണ്ട്, 20 ഇമേജ് എങ്ങാണ്ടുണ്ട്. അത് ഫുള്ള് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇടുന്ന പരിപാടിയാണിത്. ഞാനിത് കാണിക്കാം. ഇപ്പം ചെക്കർ ബോർഡ് ഡിക്റ്റേറ്റ് ആയിട്ടുണ്ട്. ഞാൻ സീനക്കി കൊടുക്കുന്നു 1. പിന്നെ വേണ്ട ഒരു ആംഗിൾ ചരിച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ വേണം. ഇത് നിങ്ങളൊരു പേപ്പറിലോ അല്ലല്ല ഏതെങ്കിലും നിലത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ടേബിളിൽ വെച്ചിട്ട് വേണം ക്യാമറ വെച്ച് കാലിബ്രേറ്റ് ചെയ്യാൻ. ഞാനത് പേപ്പറാണെന്ന് വെച്ച് ഇത് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിത് 2 എണ്ണം ക്യാപ്ചർ ചെയ്ത് സി നെക്കണം. ഈ കോഡിന് അങ്ങനെയാണ് കാലിബ്രേഷൻ ചെയ്തിരിക്കുന്നത്. സി ഒരു ആംഗിളിലും പല സൈഡിൽ നിന്നും അങ്ങനെയൊക്കെ ചെയ്യണം. സി ക്യാപ്ചർ ചെയ്യുന്നു. സി എങ്ങനെ ഇത് പല ആംഗിൾ ചെയ്യണം. ഒരു ക്യൂബിനകത്ത് പല സൈഡിൽ നിന്ന് നോക്കുന്ന രീതിയിൽ ക്യാപ്ചർ ചെയ്യണം. ഇങ്ങനെ 16 എണ്ണം ക്യാപ്ചർ ചെയ്ത് 17 18 19 20 എണ്ണം ക്യാപ്ചർ ചെയ്തു. അതുകൊണ്ട് ക്യാമറേൻ്റെ മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 626.81. ഇതാണ് ഇതിൻ്റെ 640 റെസൊല്യൂഷനിൽ
ഈ ക്യാമറയുടെ ഫോക്കൽ ലെങ്തും ഇത് FX-ഉം ഇത് FI ഇത് CX CY എന്ന് പറയുമ്പോൾ 640x480 ക്യാമറ ഫ്രെയിമിനകത്ത് വരുന്ന ഫോക്കൽ ലെങ്താണിത്. പല റെസൊല്യൂഷനിലും പല ഇതാണ് വരുന്നത്, അത് നിങ്ങൾ ഓർത്ത് വെച്ചോ. അല്ലെങ്കിൽ റെസൊല്യൂഷൻ സ്കെയിലപ്പ് ചെയ്താലും മതിയാവും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഡിസ്ട്രോഷൻ കോഎഫിഷ്യൻസ് ഉണ്ട്, പക്ഷേ അതിനിപ്പോൾ തൽക്കാലത്തേക്ക് ആവശ്യമില്ല. നമ്മുടെ ക്യാമറ ഡിസ്റ്റോർട്ടഡ് എന്ന് പറയുമ്പം ക്യാമറയുടെ ലെൻസിൽ ഡിസ്ട്രോഷനൊക്കെ വരും കുറച്ച് കഴിയാൻ നേരത്ത്, കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും. ഈ ഡിസ്ട്രോഷനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് ഐ ലെൻസ് പോലത്തെ കുറച്ച് ഈ മീനുകൾ കാണുന്ന കാഴ്ചകളും പിന്നെ കുതിരകൾ കാണുന്ന കാഴ്ചകളൊക്കെ ഇല്ലേ, അപ്പം അതേ രീതിയിൽ മാറും, അത് കാണുന്ന വിഷം മാറും. അപ്പം അതിൽ ഡിസ്ട്രോഷൻ ഉണ്ടാകും. അപ്പം അതിലൊക്കെ തിരുത്താനായിട്ടാണ് ഡിസ്ട്രോഷൻ കോഎഫിഷ്യൻസ്. നമുക്ക് തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല. അതാണ് അതിൻ്റെ ഡിസ്ട്രോഷൻ കോഎഫിഷ്യൻറ്റ്. ഇപ്പോൾ ഡിസ്ട്രോഷൻ കോഎഫിഷ്യൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. ഇപ്പം ചില ക്യാമറകൾ ഭയങ്കര വൈഡായിട്ടുള്ള ക്യാമറകളൊക്കെ ആണെങ്കിൽ ഡിസ്ട്രോഷൻ കോഎഫിഷ്യൻറ്റ് അവിടെ വരും. പിന്നെ ഇത് ക്യാമറ മെട്രിക്സ് ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ക്യാമറ മെട്രിക്സ് കണ്ടുപിടിക്കുന്ന ഒരു ഇതാണ്.